നമസ്തേ, ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. പാണ്ഡവന്മാരുടെ മറ്റു പത്നിമാരെ പറ്റിയിട്ട് നോക്കാം. യുധിഷ്ഠിരൻ സ്വയംവരത്തിലൂടെ ശൈഭ്യരാജാവിന്റെ പുത്രിയായിട്ടുള്ള ദേവികനെ വിവാഹം കഴിച്ചിരുന്നു. അതിൽ യൗധേയൻ എന്നൊരു പുത്രനുണ്ട്. ഭീമന് സർവകൻ എന്നൊരു പുത്രനുണ്ട്. കാശി രാജാവിന്റെ പുത്രിയായിട്ടുള്ള ബലന്ധരയിലാണ് ഈ പുത്രനുള്ളത്. അർജുനന് സുഭദ്രയിൽ അഭിമന്യു എന്നൊരു പുത്രനുണ്ട്. സുഭദ്ര ആരാണെന്ന് അറിയാത്തവർക്ക് അടുത്തതായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നകുലന് കരൈനിമതി എന്ന ചേതി രാജാവിൻ്റെ പുത്രിയായിട്ടുള്ള ഒരു ഭാര്യ ഉണ്ടായിരുന്നു നകുലന്. അതിൽ നിരമിത്രൻ എന്നൊരു പുത്രനുണ്ട്. സഹദേവന് ദ്യുതിമാൻ എന്ന പേരുള്ള മദ്ര രാജാവിൻ്റെ വിജയ എന്നൊരു പുത്രീനെ സഹദേവന് വിവാഹം കഴിച്ചിരുന്നു. അത് സ്വയംവരത്തിലൂടെ തന്നെയായിരുന്നു. അങ്ങനെ സഹദേവന് അതിൽ സുഹോത്രൻ എന്നൊരു പുത്രനുണ്ട്. പിന്നെ പഞ്ചപാണ്ഡവർക്ക് ദ്രൗപദിയിൽ നിന്നുണ്ടായിട്ടുള്ള പുത്രന്മാരാണ് യുധിഷ്ഠിരന് പ്രതിബിന്ധ്യൻ, ഭീമന് സുത സോമൻ, അർജുനന് ശ്രുതകീർത്തി, നകുലന് ശതാനീഹൻ, സഹദേവന് ശ്രുതകർമാവൻ. ഇതിൽ പിന്നെ ഭീമസേനന് വേറെ ഭാര്യയുണ്ട്, ഹിഡുംബിയിൽ ഘടോത്കജൻ എന്നൊരു പുത്രനുണ്ട്. 11 പേരെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. അർജുനന് ഉലൂബി എന്നാണ് രണ്ടാമത്തെ ഭാര്യയുടെ പേര് അർജുനൻ്റെ. പക്ഷെ അറിയപ്പെടുന്നത് സുഭദ്രയാണ് രണ്ടാമത്തെ ഭാര്യയായിട്ട്. അർജുനൻ്റെ രണ്ടാമത്തെ ഭാര്യയായ ഉലൂബി ഒരു നാഗകന്യകയായിരുന്നു. നാഗകന്യകയായിട്ടുള്ള ഉലൂബിയിൽ ഇരാവൻ എന്നൊരു പുത്രനുണ്ട്. പിന്നെ ചിത്രാംഗത എന്ന ഒരു രാജകന്യകയായിരുന്നു. ആ ഒരു രാജകുമാരിയിൽ അർജുനന് ഭബ്രുവാഹനൻ എന്നൊരു പുത്രനും ഉണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി കുറേ ഉണ്ട്. അഭിമന്യുവിൻ്റെ പുത്രനായിട്ടുള്ള പരീക്ഷിത്തായിരുന്നു പിന്നീട് ആ വംശത്തിനെ നയിച്ചത്. ഹരേ കൃഷ്ണ.